വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ അനുപല്ലവി പറഞ്ഞ അനുസരിച്ച് സുസ്മിതയാണ് ഇതിന് പിന്നിലെന്ന് ശാലിനി അറിയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ആശ്രമത്തിലേക്ക് ശാലിനി ചെല്ലുകയാണ് സുസ്മിതയെ കാണാനായിട്ട്. അന്നേരം സുസ്മിതയാണെങ്കിൽ വലിയ ഗമയിൽ കലിങ്ങേറ്റി കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, കാഷായ വേഷത്തിൽ കരിങ്കാളിപ്പണിയല്ലേ നീ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിലൊന്നും ജയിക്കാൻ പോണില്ല എന്നൊക്കെ കുറേ പറഞ്ഞ ശേഷം ശാലിനിയുടെ സുസ്മിതയുടെ അടുത്തേക്ക് ചെന്ന്, സുസ്മിത കസേരയിൽ തന്നെ ഇരിക്കുകയാണ്, അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഓർത്തു വെച്ചോ നീ ഇത്, എന്നിട്ട് ഏതെങ്കിലും ഒരു റൂം അങ്ങോട്ട് ബുക്ക് ചെയ്തോ, ഒരു റൂം ബുക്ക് ചെയ്തോ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. സുസ്മിത ഡി എന്നും പറഞ്ഞിങ്ങനെ ശാലിനി അടിക്കാനായിട്ട് കൈ ഓങ്ങിയാണ്. പക്ഷേ ശാലിനി ആണെങ്കിൽ ആ കൈ അങ്ങോട്ട് പിടിച്ച് തിരിച്ച് സുസ്മിത ഇങ്ങനെ അടക്കി ശാലിനിയുടെ ആ ഒരു കൈക്കുള്ളിൽ സുസ്മിതയെ ഒതുക്കി നിർത്തുകയാണ്. സുസ്മിതയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത വിധം ആ വേദന കൊണ്ട് സുസ്മിത ഇങ്ങനെ ആകെ ക്ഷമ കെട്ടി ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ അവിടെ ശിവനാണെങ്കിൽ ഭാമയെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്, സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. പക്ഷേ സോമശേഖരനാണെങ്കിൽ ഭാമയെ കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. നേരത്തെ ശാലിനി വന്നതുകൊണ്ട് കളക്ടർ ആയതുകൊണ്ടാണ് സമ്മതിച്ചു, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ശിവനോടുള്ള ഒരു ദേഷ്യം നിലനിൽക്കുന്നതുകൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ്. നീ ആരാ അവരെ കാണാൻ, എന്താണ് അവകാശം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മകൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നത് കൊണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇവനെ പിടിച്ച് പുറത്താക്കുക എന്നിങ്ങനെ ബാക്കിയുള്ള പോലീസുകാരോട് സോമശേഖരൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ശിവനെ ഇങ്ങനെ കൊണ്ട് പിടിക്കുകയാണ്. പക്ഷേ ശിവൻ ആദ്യം ഒന്നും ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ വലിച്ചു കുതറി എല്ലാവരും പല ഭാഗത്തേക്ക് അങ്ങ് പോവുകയാണ്. എന്നിട്ട് ശിവൻ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഭാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭാമയും പറയുന്നുണ്ട്, വീടിനോടെ പ്രശ്നങ്ങളിൽ മേൽ പ്രശ്നം ഉണ്ടാക്കിയല്ലേ ചെയ്യുന്നത്. ഭാമ ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എന്നെ കാണാനായിട്ട്, തരുന്ന ശമ്പളത്തിൻ്റെ ഒരു കൂറ് മാത്രം കാണിച്ചാൽ മതി, വരണ്ട എന്നിങ്ങനെ പറഞ്ഞ് ശിവനെ അവിടെ ഇറക്കി വിടുകയാണ്, പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശിവനാകെ വിഷമത്തോടെ ഇറങ്ങി പോകുന്നതൊക്കെയാണ്. പിറ്റേന്നാണ് സത്യഭാമയെ അവിടെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ ഒരു വക്കീലെത്തുന്നത്. ഇനി അതെങ്ങനെ ശാലിനിയുടെ ഏതെങ്കിലും കൂട്ടുകാരി ആയിരിക്കും ആ ഒരു വക്കീൽ സ്ഥാനത്തേക്ക് വരുന്നതും ഭാമയെ ഇറക്കിക്കൊണ്ട് പോകുന്നതൊക്കെ. ഇതൊരു കള്ളക്കേസാണ് എന്നുള്ളതൊക്കെ അവിടെ തെളിയിക്കുകയായിരിക്കും ചെയ്യുന്നത്. പിന്നീട് ആ ഒരു ശാലികയുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് അറിയേണ്ടത്. ജാതദോഷമൊന്നും പറഞ്ഞ് വേണ്ടി രാഘവൻ നായർ ബഹളം ഉണ്ടാക്കുമോ, എന്തൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.